പുതിയൊരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. യുകെക്കാരനെ വേറിനില്ല എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ. ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. മറ്റേ വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷം പട്ടാളക്കാരെ സെറ്റായതോ? റിലേഷൻഷിപ്പ് ആയോ? ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാലമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ രേണു സുധിയുടെ കണ്ടന്റുമായിട്ട് വന്നിരിക്കുവാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ വീഡിയോ നിരന്തരം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതായത് ഇവരെ തെറി പറയുന്നത് കാണാൻ കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് പല യൂട്യൂബേഴ്സും ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രേണുവിനെ പറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂവർഷിപ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ, അത് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടുള്ള വ്യൂവർഷിപ്പൊന്നുമല്ല, രേണു എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എതിർപ്പാണ് ആ ഒരു വ്യൂവർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. രേണു കുറച്ച് നാളുകൾക്ക് മുന്നേ UK ബേസ് ചെയ്തിട്ട് ഒരു കാമുകനുണ്ട്, പിന്നെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു കാമുകനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഹസനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് തട്ടോ ഇട്ടുകൊണ്ട് വരെ വന്നിരുന്നിട്ട് സുധിയെ അപമാനിക്കുന്ന രീതിയിൽ ഈ പുള്ളിക്കാരത്ത് വീഡിയോ ഒക്കെ ചെയ്തതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും പുതിയ ഒരു കാമുകൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രേണു പിന്നെയും വന്നിരിക്കുകയാണ്. അതായത് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് മിലിറ്ററിക്കാരനെയാണ്. ഒന്ന് ആലോചിച്ചോണം. അതായത് ഈ സ്ത്രീ പിന്നെയും സോഷ്യൽ മീഡിയയിൽ അടുത്തൊരു കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും മിലിറ്ററി ഓഫീസേഴ്സ് ഇവരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വല്ല യുദ്ധവും നടക്കുന്ന സമയത്ത് ഇവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. എന്തായാലും നമുക്ക് ആദ്യം ഇവരുടെ വീഡിയോ ഒന്ന് കാണാം. പുതിയൊരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. യുകെക്കാരനെ വേറിനില്ല എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ. ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഡൽഹിയിലുള്ള കമാൻഡോസുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഈ മിലിറ്ററി ഓഫീസേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതാണോ പണി? ഇവരുടെ റീൽസും കണ്ട് ഇവരുടെ കമ്പനി അടിച്ച് നടക്കലാണോ അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്ത് വിവരക്കേടാണ് ഇവർ വിളിച്ച് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സ്ത്രീയാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടത്. വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷം പട്ടാളക്കാരെ സെറ്റായതോ? റിലേഷൻഷിപ്പ് ആയോ? ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാലമാണ്. 2, 3, 4 മാറി അല്ലേ. ഫ്രണ്ട്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരങ്ങനെ ആളുണ്ട്, ഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ അറിയുന്ന കമന്റ് ഇടുന്നെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ക്യാമറ എടുക്കാൻ വന്നവൻ എങ്ങനെ അറിഞ്ഞു? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ സ്ത്രീയല്ലേ ഇത് പറഞ്ഞു കൊടുത്തത്? അനാവശ്യമായിട്ട് മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ പേരൊക്കെ വലിച്ചിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുകയും നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് വേണ്ടി എന്തോ പറയണം, അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ പോലെയുള്ള മനുഷ്യരെയൊക്കെ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഈ തോന്നിവാസത്തിന് പിടിച്ചിടരുത്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതാ പറഞ്ഞത്, ഇവരുടെയൊക്കെ പേരിൽ കേസ് എടുക്കണം. ഈ സ്ത്രീ പിന്നെയും കോൺട്രവേഴ്സി ഉണ്ടാക്കുവാണ്. ഇവർക്ക് തലയ്ക്കെന്തോ അസുഖമുണ്ട് കാര്യമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂടെ ആരെങ്കിലും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഒരു UK-കാരനെ പറ്റിയിട്ട് പറഞ്ഞു, പിന്നെ അതിനുശേഷം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു. എന്നിട്ട് ഇവർ സുധിയുടെ ഫോട്ടോ എടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇവർ തട്ടോ ഇട്ടുകൊണ്ട് കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്ത്രീ വന്നിരിക്കുവാണ് അടുത്ത കോൺട്രവേഴ്സി എന്നും പറഞ്ഞിട്ട്. ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറെ നാറികൾ. ആരാധന തോന്നാൻ എന്താ കാരണം? ആരാധനയാണ്. എന്താണ് തോന്നാൻ കാരണം ആൾക്കല്ലേ അറിയത്തുള്ളൂ. ചോദിച്ചിട്ടില്ല. ആള് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലും രേണു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാ കാണുന്നത്. അങ്ങനെ ഒരു മിലിറ്ററി ഓഫീസറും ഇല്ല, ഒന്നുമില്ല. ഇവരായിട്ട് തന്നെ വെറുതെ കണ്ടന്റ് ഉണ്ടാക്കുവാണ്. ആൾക്കങ്ങ് ആരാധന മൂത്തിരിക്കുകയാണെന്ന് ഇവരുടെ അടുത്ത്. എന്തിന്? ഇവരെ എന്ത് കണ്ടിട്ടാണ്? ഇവർ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കോമാളിത്തരം കണ്ടിട്ടാണോ ഇത്ര അങ്ങ് ആരാധന വരാനായിട്ട്? അപ്പോൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ലേശം ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണം രേണു. സമ്മതിച്ച് നന്നയിക്കുന്നത്. ഇതിനൊന്നും ഒരു മനുഷ്യർക്കും ഒന്നും പറയാനില്ല. ഇത് ആരും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നാട്ടുകാരുൾപ്പെടെ എല്ലാവരും പ്രതികരിക്കും. അനാവശ്യമായിട്ട് മിലിറ്ററി ഓഫീസേഴ്സിൻ്റെയൊക്കെ പേര് വലിച്ചിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എന്നിട്ടൊരു പേര് വിധവ. 2-3 വയസ്സിനുള്ളതാണ്. ഓക്കെ, UK-കാരൻ പോയെന്നാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. UK-കാരനുണ്ടെന്നല്ലേ മീഡിയ തന്നെയല്ലേ പറഞ്ഞ, ആൾക്കാർ തന്നെയല്ലേ പറയുന്നത്. ഈ ആൾക്കാർ തന്നെയാണ് പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളം ആളുള്ളതാണ്. 2-3 വയസ്സിന് ഇളയതായിട്ടുള്ള വ്യക്തിയാണ്, പട്ടാളക്കാരനാണെന്നൊക്കെ. അങ്ങനെ ഒരാൾ ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. 99% അങ്ങനെ ഒരു വ്യക്തിയെ കാണത്തില്ല. ഈ സ്ത്രീ വെറുതെ അനാവശ്യമായിട്ട് മിലിറ്ററി ഓഫീസേഴ്സിൻ്റെയൊക്കെ പേര് കൊണ്ടുവന്ന് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെയും ആളാവാനായിട്ട് ശ്രമിക്കുന്നു.
പുച്ഛം തോന്നുന്നു എന്തായാലും. ഇവരുടെയൊക്കെ പേരിൽ ആരെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കണേ, അതാ ചെയ്യേണ്ടത്. ഇവരുടെ പേരിൽ നിരന്തരം കേസ് കൊടുക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് അറിയത്തില്ല, കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്കോ ആർക്കെങ്കിലും ഒക്കെ ഇവരുടെ പേരിൽ കേസ് കൊടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഒന്നും പറയാനില്ല, റീച്ചിന് വേണ്ടി എന്ത് തോന്നിയോസം കാണിക്കുന്നുണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, കുറേ വട്ടമായി, എപ്പം നോക്കിക്കഴിഞ്ഞാലും രേണു മാത്രമേ ഉള്ളെന്ന് ആൾക്കാർ ചിന്തിക്കുമായിരിക്കും എന്നൊരു തോന്നൽ വരും. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത്? സമൂഹം വേറൊരു രീതിയിൽ കാണുന്നുണ്ട് തോന്നുന്നുണ്ടോ? കുടുംബത്തിൽ തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്കറിയാം, ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേലും എനിക്ക് ചില ഞങ്ങളുടെ ആന്റിമാരൊക്കെ പണ്ടേ വിധവയവര് ഒരു നല്ല കാര്യത്തിന് ഒരു കല്യാണാലോചന, ഒരു അവരുടെ കസിന്റെ കല്യാണാലോചനയ്ക്ക് അവരെ മാറ്റും. കാരണം വിധവയാണ്. പക്ഷെ അതൊരു വിധിയാണ് അവരെ അങ്ങനെ ആക്കിയെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. അത് ഒരിക്കലും ദോഷമല്ല. വിധവകളെ മാറ്റി നിർത്തുന്ന അത് വിധവകളെ മാറ്റി നിർത്തുന്നതാണ് ദോഷം. എന്തിനാണ് അവരങ്ങനെ? എനിക്കറിയില്ല. വിധവകളെ എന്തിനാണ് ആൾക്കാർ മാറ്റി നിർത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഏതോ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് വിധവ ആയതുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് എന്ത് വിഡ്ഢിത്തരമാണ് ഈ സ്ത്രീ വിളിച്ച് പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ? എനിക്കറിയത്തില്ല. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട കാര്യം എന്താണ്? ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവർ വെറുതെ അനാവശ്യമായിട്ട്, അതായത് അതിൻ്റെ പേരും പറഞ്ഞ് സിമ്പതി പിടിച്ച് പറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോണം ഇവരുടെ ബുദ്ധി നിങ്ങൾ. എന്നിട്ട് ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് അങ്ങ് ഭയങ്കര അയ്യോ പാവം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർക്ക് തോന്നും. അങ്ങനെയുള്ള കുറേ പരമവിഡ്ഢികളുണ്ട്, അത് വേറൊരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിധവകൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവർക്കും കൂടി നിങ്ങൾ ചീത്ത പേരുണ്ടാക്കി കൊടുക്കരുത്. ആണുങ്ങൾ വേറെ കണ്ണുകൂടെ കാണും. അത് കാണും. അത് എല്ലാവരും ഇല്ല, എല്ലാവരും ഞാൻ പറയത്തില്ല, കാണും. ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കാണും. അങ്ങനെയാണ്. അതൊരു നമ്മുടെ ഒരു സൊസൈറ്റി ഒന്ന് കെട്ടിയതാണല്ലോ, ഇപ്പൊ കൂടുതൽ ആളില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ആണുങ്ങൾ രണ്ടു തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരും അല്ല. എല്ലാവരും ഞാൻ അടക്കി പറഞ്ഞല്ലോ, ഈ വനിതാനത്തെ ഒരിക്കലും ആണുങ്ങളെ ഞാൻ അധിക്ഷേപിച്ചതല്ല. ചില ആണുങ്ങൾ അങ്ങനെയാണ്, ഇപ്പൊ കെട്ടിയാലല്ല ആ രീതി. നിങ്ങൾക്ക് അറിയാലോ, എനിക്കിപ്പോ പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ രീതി കാണുന്നവരും ഉണ്ട്. ഇവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ? ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് രേണുവാണ്. അതായത് ആണുങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിനകത്ത് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഓവർ ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അത് പണി കിട്ടത്തേ ഉള്ളൂ. അത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാകത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന ഒരു കാലം വരും. ഇപ്പോൾ ഇല്ല മതിമറന്നങ്ങ് നടക്കുമല്ലേ. എല്ലാ ബന്ധങ്ങൾക്കും ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പോൾ കൂട്ടുകാരായാലും ശരി, അവരടുത്ത് നമ്മൾ നിൽക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഓവർ ആവാൻ വേണ്ടി നിൽക്കരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണുങ്ങളാണ്. എല്ലാ ആണുങ്ങളും പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നോക്കിയും കണ്ട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാതെ ഞാൻ അധികം കൂടുതലൊന്നും പറയുന്നതൊന്നുമില്ല. പൈസ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ ചെറിയ മൊബൈലൊക്കെ കൊണ്ടുപോകും. എനിക്ക് ഇത് ഏറ്റവും വലിയ മൊബൈല്. ഈ നിങ്ങൾ ഉദ്ദേശിച്ച ഐഫോൺ ആണ്. എനിക്ക് താല്പര്യമില്ലാത്ത സാധനം നമുക്ക് താല്പര്യമില്ലാത്ത സാധനം നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. എനിക്ക് വേണം ഐഫോൺ മേടിക്കാനുള്ള പൈസ എൻ്റെ ഉള്ളൂ, ഞാൻ മേടിക്കുന്നുണ്ട് തൽക്കാലത്ത്. വലിയ മൊബൈലാണ്. താല്പര്യമില്ലാത്തതിന്റെ കാരണം ഞാൻ എങ്ങനെ സത്യം പറഞ്ഞ ഒരു റീല് സമയം പോകാൻ എടുക്കും, അത് മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ മിറർ സെൽഫി എടുക്കണമെന്നില്ല. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല. വീഡിയോ കോൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. അധികം ചെയ്യാറില്ല, അത്യാവശ്യത്തിന് മാത്രം ചെയ്യും വീഡിയോ. ആവശ്യത്തിൽ കൂടുതൽ പൈസയുണ്ട്, ഐഫോണൊക്കെ മേടിക്കാനും കാശുണ്ട്. ഇനി വന്നിരുന്ന് പറയരുത് അയ്യോ ദാരിദ്ര്യമാണേ, എൻ്റെ മക്കളെ സ്കൂളിൽ വിടാൻ പൈസ ഇല്ലേ, ചിലവിന് കൊടുക്കാൻ പൈസ ഇല്ലെന്നൊന്നും വന്ന് ഇനി വാ തുറന്ന് മിണ്ടല്ലേ. കേട്ടല്ലേ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുനിന്ന് തന്നെയുണ്ട്. എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു ഐഫോൺ ലേറ്റസ്റ്റ് മോഡൽ മേടിക്കണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു 1.5 ലക്ഷം രൂപയ്ക്കകത്ത് വരും. അപ്പം രേണുവിൻ്റെ കയ്യിൽ അത്രയും പൈസ എടുക്കാനായിട്ട് ഉണ്ട് എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഇന്ന് രാവിലെ ഞാൻ മഞ്ജു പത്രോസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വന്ന് രേണുവിനിട്ട് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്. രേണു സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. സാധാരണ രേണു പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെ അയച്ചു തന്നെയാണ്, അവരയച്ചു തന്നെയാണ് എന്നൊക്കെ നിങ്ങൾ പലതവണയും പറയുന്നുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഇവർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിരുന്നിട്ട് എൻ്റെ വട കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇവർ ഒരു മീഡിയക്കാരൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അത് ഭയങ്കര രീതിയിൽ വിവാദമായതാണ്, ഒരുപാട് പേരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മഞ്ജു പത്രോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ലേഡീസ് നമ്മുടെ വനിതാ ദിനമല്ലേ, ലേഡീസ് ഡേ. അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. സത്യം.
അത് സ്വന്തം നിലയും വിലയും കളഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇതൊരു പ്രധാനപ്പെട്ട പാഠമാണ്. അത് വുമൻസ് ഡേയുടെ അന്ന് പുള്ളിക്കാരത്ത് ചെയ്തൊരു വീഡിയോ ആണത്. രേണു കേട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്തായാലും തീർന്നിട്ടില്ല, ബാക്കിയുടെ കേൾക്കാം. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. സത്യമാണ്. ഇവരുടെ മുന്നിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് കുറേ എണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. എന്നിട്ട് അവന്മാർ വായി തോന്നുന്ന ഓരോന്നിരുന്ന് ചോദിക്കുമ്പോൾ ഇവർ അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ എൻകറേജ് ചെയ്ത് കൊടുക്കുവാണ്. ഇവരങ്ങനെയാണ് പലപ്പോഴും മറുപടികൾ കൊടുക്കുന്നത്. ഈ വടയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ ഇവരെന്തോ ചെയ്തത്, പിന്നെയും അതിന് തിരിച്ചു പറഞ്ഞു കൊടുക്കുവാണ്. ഇതാണ് ഈ ഒരു സ്ത്രീയുടെ ഒരു സ്വഭാവം. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബൗണ്ടറി വെക്കേണ്ടത്. ആ ബൗണ്ടറി വെക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ ഒന്നും പറയാനില്ല. അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാക്കിൽ കുറേ യൂട്യൂബേഴ്സ് വന്ന് നിന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതൊക്കെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്ന് തന്നെ പറയണം. മഞ്ജു പത്രോസ് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഏതൊരു സ്ത്രീയും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കേൾക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. പ്രധാനമായിട്ടും രേണു സുധി. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇവന്മാർ വന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ വീണ്ടും അതിനെ എൻകറേജ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലതും ചോദിക്കുന്നത്, അത് വേറൊരു കാര്യം. എന്നാൽ ഇവരെല്ലാം അതിനകത്ത് ചെന്നങ്ങ് വീണ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ വീണ് കൊടുക്കുന്നത്. ഇവരതിനെ സപ്പോർട്ട് ചെയ്ത് പിന്നെയും സംസാരിക്കുകയാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ രേണുവിനെ പറ്റിയിട്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.